ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പിനോട് ഉള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ മഹത്വകരമായ ഒരു പ്രത്യാശ കർത്താവ് നമുക്ക് നൽകി തന്നത് നമുക്കോർക്കുവാൻ, നമുക്ക് നൽകി തന്ന ഗ്യാരണ്ടി കർത്താവ് ഒരുക്കി തന്നത് ദൈവസന്നിധിയിൽ ഓർക്കുവാൻ ഇന്ന് പകൽ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. Let's thank God for this wonderful day, and today in this special day we know that God has given us a guarantee that He has risen, and that is the promise that He has given us. Let's thank God for this blessed day. ഇന്ന് പകലും നാം ദൈവസന്നിധിയിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ സംസാരിപ്പാനിടയായി തീർന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 5 ഇങ്ങനെ വായിക്കുന്നു: ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇങ്ങനെയാണ് അടുത്ത വാക്ക് പറയുന്നത്: അവൻ ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ താഴേക്കുള്ള വാക്യങ്ങളിൽ നാം വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 10-ാം വാക്യം: യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുവിൻ, അവിടെ അവർ എന്നെ കാണും. അടുത്ത വാക്ക് ഇങ്ങനെയാണ്: അവർ അവിടെ എന്നെ കാണും. Matthew chapter 28 verses 5 onwards, it says that, but the angel answered and said to the women, do not be afraid, for I know that you seek Jesus who was crucified. He is not here, for he is risen, as he said. Come, see the place where the Lord lay. And in verses 10 it says, then Jesus said to them, do not be afraid. Go and tell my brethren to go to Galilee, and there they will see me. രണ്ട് വാക്കുകൾ ചേർത്ത് വെച്ച് ഇന്നും ദൈവസന്നിധിയിൽ സംസാരിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. I would like to combine two verses and give the message on that today. ഒന്ന്, അവൻ ഇവിടെ ഇല്ല. First is that he is not here. രണ്ട്, നിങ്ങൾ അവനെ കാണുവാൻ അവിടെ വരുവീൻ. And next is that you go to that place to see him. ഒന്നുകൂടെ പറഞ്ഞാൽ, അവിടെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാം. In other words, you can say that if you come to this place, you can see me. അവൻ ഇവിടെ ഇല്ല. He is not here. വളരെ സുപരിചിതമായ ഒരു വാക്കാണ്. This is a very known verse for all of us. നാളുകളായി, വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. We've been hearing about this for past years. ഈ ഇസ്രായേലിലും ഫലസ്തീനിലും ഒക്കെ ട്രാവൽ ചെയ്യുന്ന അനേകർ അതിന്റെ മുമ്പിൽ പോയി നിന്ന് യേശു കർത്താവിന്റെ കല്ലറയുടെ മുമ്പിൽ പോയി നിന്ന് ഫോട്ടോ എടുത്തിട്ട് അവിടെ ഇങ്ങനെ ആ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അവനിവിടെ ഇല്ല. And we see that people, when they travel to the holy places and they see this tomb, they take a picture, and in that picture you can see the tomb says that he is not here anymore. മറ്റൊരിടത്തും പോയാൽ ആ ഒരു വാക്ക് കാണത്തില്ല. Wherever you go other than this place, you don't see this statement ഒരേ ഒരു anywhere. കല്ലറയുടെ മുമ്പിൽ മാത്രമേ അത് എഴുതി വെച്ചിട്ടുള്ളൂ, അവൻ ഇവിടെ ഇല്ല എന്നുള്ളത്. It is only in one tomb that you see that it is written that he is no more there. അതെന്തുകൊണ്ട് എഴുതി വെക്കാൻ ഇടയായി തീർന്നെന്ന് ചോദിച്ചാൽ, ഈ ഒരു വാക്യത്തിൽ, 5-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ, അടക്കത്തെ കണ്ട സഹോദരിമാർ അവന്റെ ആമേൻ കല്ലറ സന്ദർശിക്കാൻ വന്നപ്പോൾ അവിടെ വെച്ച് ആമേൻ ദൈവത്തിന്റെ ദൂതൻ അവരോട് പറഞ്ഞ വാക്ക് അവർ കേട്ടു: അവൻ ഇവിടെ ഇല്ല. അന്നു മുതൽ ഇതത് എഴുതി വെച്ചിരിക്കുക. And it is written like that in this tomb, and that is based on this verse that we read, and that says that the Lord is not there anymore. He is risen, and that is what is being stated to the woman who came in search of him. അതുകൊണ്ട് അവർ താൻ പറഞ്ഞതുപോലെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കി അവൻ കിടന്ന സ്ഥലം പോയി കാണുവാനിടയായി. And so they understood that what the angel said is right, and because of that they go to the place where he was laid down. ഇന്ന് പകലും നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയണം, അവൻ അവിടെ ഇല്ല. And so today we also together we should be able to say that he is no more there. കർത്താവിനെ കാൽവറി ക്രൂശിൽ മരിച്ചവനായി കണ്ട് അടക്കപ്പെട്ടവനായി കണ്ടവർ അവർ ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, അവൻ അവിടെയില്ല. And here we see that this group of people who saw that the Lord Jesus was crucified and he died, they themselves they say that he is no longer there. ശിഷ്യന്മാർ അതിനകത്ത് കയറി നോക്കി, അവരും വിളിച്ചു പറഞ്ഞു, അവൻ അവിടെയില്ല. And even the angels, the disciples went and examined the place, and they also assured that the Lord is no longer there. അതിന്റെ കാരണം എന്തെന്നറിയാമോ? Do you know
what is the reason for it. അതിനകത്ത് കയറിയവൻ മരണത്തെ ജയിച്ചവനായിരുന്നു. Because the one who entered into that tomb is the person who got victory over the death. അവൻ പാതാളത്തെ ജയിച്ചവനായിരുന്നു. And he had victory over the hates of hell. ആമേ മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് പറഞ്ഞ് മൂന്നാം ദിവസം അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പാനിടയായി. And we see this Jesus who was crucified, and he had victory over death, and he had victory over the hell, and that is why he was able to rise again on the third day. കഴിഞ്ഞ രാത്രിയിൽ നാം വായിച്ച് ചിന്തിച്ച ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവന്നിട്ട് പുതിയ ഭാഗത്തേക്ക് ഞാൻ കയറുവാൻ I would like to turn your attention to the verses that we read yesterday. കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വെച്ച മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഞാൻ കഴിഞ്ഞ രാത്രി സൂചിപ്പിച്ചു. There are three main incidences that I mentioned that happened in front of the tomb of Jesus Christ. 27-ാം അധ്യായത്തിൽ അതിന്റെ 60-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവന്റെ കല്ലറയുടെ മുമ്പിൽ ആമേൻ വലിയ ഒരു കല്ല് ഉരുട്ടി വെക്കുവാനായിട്ടിടയായി. And in chapter 27 verses 60 we see that they put a big stone in front of the tomb. Matthew chapter 27:66 ഇങ്ങനെ പറയുന്നു, ഉരുട്ടി വെച്ച കല്ലിന്മേൽ ഒരു ഇംപീരിയൽ മുദ്ര പതിപ്പിപ്പാനിടയായി. And in verses 66 we say that on the tomb that was set there was a sealing that was put on the stone. ആമേൻ മൂന്ന് ആമേൻ ആ സ്റ്റോണിന്റെ അവിടെ തന്നെ അവർ കാവൽ പടയാളികളെ നിർത്തുവാനായിട്ടിടയായി. And the third point was that they had assigned guards to take care of the place. അപ്പോൾ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങൾ അവിടെയുണ്ട്. So there are three physical evidences that we see there. ഒന്ന് വലിയൊരു സ്റ്റോൺ അവിടെയുണ്ട്. First is that there was a big stone that was രണ്ട് ഒരു kept there. സീൽ അവിടെ കാണുവാൻ And കഴിയും. next is that you see that there is a seal on that stone. മൂന്ന് അവിടെ കാവൽ നിൽക്കുന്ന സോൾജിയേഴ്സിനെ നമുക്ക് അവിടെ And കാണുവാനായി. there we see soldiers who are in guard of that place. ഇത് മൂന്ന് ശക്തികളെ കാണിക്കുന്നുണ്ട്. And all these three mentions three main powers. ഒന്ന് അന്നത്തെ റോമൻ സൈന്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ ശക്തിയെ And കാണിക്കുന്നു. first is the power of the Roman Empire. രണ്ട് ആമേൻ അവിടെ ഉണ്ടായിരുന്ന പൗരോഹിത്യത്തിന്റെ ശക്തിയെ യഹൂദ മതത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. And next is the power of priestlyhood and the power of the Jewish kingdom. ആമേൻ മൂന്ന് ആമേൻ ആ പൈശാചിക ശക്തിയെ കാണിക്കുന്നു. പിശാച് ശക്തിയോടെ നിൽക്കുകയാ യേശുവിന്റെ മരണം അവിടെ ഒതുക്കി കളയുവാൻ. And there we see the third power, that is a satanic power that is there to restrict the power of a resurrection of Christ. എന്നാൽ ഈ മൂന്നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മൂന്നും കണ്ട് അകത്തേക്ക് കയറാൻ വന്ന സഹോദരിമാർ കണ്ടത് അവരെ ആശ്ചര്യപ്പെടുത്തുന്ന ആമേ വളരെ അപ്രതീക്ഷിതമായ സംഭവമായിരുന്നു. But the ladies who are coming, who have reached there, and when they are able to see these three powers, they are still able to see something that astonished them. യേശു അവിടെ ഇല്ല. And here we see that Jesus is no longer there. യേശു അവിടെ ഇല്ല. Jesus is no longer there. അവർ കാണാൻ വന്നപ്പോൾ അവരുടെ കയ്യിൽ കരുതി കൊണ്ടുവന്ന സുഗന്ധദ്രവ്യങ്ങൾ അവന്റെ മേൽ പൂശാൻ ആഗ്രഹിച്ചെങ്കിൽ അവൻ അവിടെ ഇല്ല. And they brought the incenses to put it on the body of Jesus, but there they see that Jesus is no longer there. കാരണം എന്തെന്നറിയാമോ? Do you know the reason for it? അതിനകത്ത് കിടക്കുന്നവൻ ഒരു പ്രത്യേകതയുണ്ട്. There is a peculiarity for the one that was inside the tomb. അവർ വെച്ച പാറയ്ക്കകത്ത് കല്ല് വെച്ച് അതിനെ അടച്ചെങ്കിൽ അതിനകത്ത് കിടക്കുന്നവൻ ആരെന്നറിയാമോ? അവൻ യുഗങ്ങളുടെ പാറയാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. And here we see that the one who was restricted into that rock, we understand one thing about him, that he was the rock of ages. അവനെ ഒതുക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും ഒരു പാറയ്ക്കും ആമേൻ ഒരു കല്ലറയ്ക്കും കഴിയുകയില്ല. And no power or no stone can confine the power of the Lord Jesus. രണ്ട്, അവർ മുദ്ര വെച്ചതാണെങ്കിൽ കണ്ടതെങ്കിൽ അതിനകത്ത് കിടന്നവൻ ആരെന്നറിയാമോ? But second is that even though the stone was sealed, do you know who the person who was inside that? അതിനകത്ത് കിടക്കുന്നവൻ തത്വത്തിന്റെ മുദ്ര, the exact representation എന്നുള്ളവൻ അതിനകത്ത് കിടക്കുന്നേ. But the one who was inside was the one with the exact representation. ലോകം സീൽ ചെയ്തേക്കാം. Maybe the world will seal. ആമേൻ. നിന്റെ മൈൻഡിനെ സീൽ ചെയ്തേക്കാം. Maybe it can seal your mind. നിന്റെ ശരീരത്തെ സീൽ ചെയ്തേക്കാം. Maybe it can seal your body. നിന്റെ സ്പിരിച്വാലിറ്റിയെ സീൽ ചെയ്യാൻ ശ്രമിച്ചേക്കാം. Maybe it can seal your spiritual life. നിന്റെ പ്രൊഫഷണൽ ലൈഫിനെ സീൽ ചെയ്യാൻ ശ്രമിച്ചേക്കാം. Maybe it can seal your professional life. നിന്റെ ആറ്റിറ്റ്യൂഡിനെ സീൽ ചെയ്യാൻ ആമേൻ ശ്രമിച്ചേക്കാം. Maybe it can try to seal your attitude. നിന്റെ വിഷനെ സീൽ ചെയ്യാൻ ശ്രമിച്ചേക്കാം. Maybe it
can try to seal the vision that you have. മിനിസ്ട്രിയെ സീൽ ചെയ്യാൻ ശ്രമിച്ചേക്കാം. Maybe it can try to seal the ministry in which you പക്ഷേ are involved. ആർക്കും സീൽ ചെയ്യാൻ കഴിയാത്ത ഒരുവൻ അതിനകത്ത് ജീവിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. അവനാണ് തത്വത്തിന്റെ മുദ്ര. എബ്രായ ലേഖനം 1:3 അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. But here we see that the one who was confined to that rock was not to be confined by any other powers, and he is the rock of ages, and we serve him. ആ സീൽ ചെയ്ത് അകത്ത് ചെയ്ത് കിടക്കുന്നവൻ അവൻ തത്വത്തിന്റെ മുദ്ര എന്നറിയപ്പെടുമ്പോൾ എന്താ അവന്റെ പ്രത്യേകത? And now what is the prominence of this person who is inside this tomb? ഭൂമിയെ ഒരൊറ്റ വാക്കിൽ നിർമ്മിക്കാൻ കഴിവുള്ളവൻ. He was the one who was able to create the earth in one word of his. ഈ ഭൂമിയിലുള്ള മുഴുവൻ സാൻഡും സ്വന്തം കയ്യിൽ വഹിപ്പാൻ കഴിവുള്ളവൻ. And he is the one who is able to hold the hands of this earth in his hand. സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തെയും അവൻ തന്റെ കരം കൊണ്ട് അളക്കാൻ കഴിവുള്ളവൻ. And he is the one who can measure the waters in the sea with his own measure. ആകാശത്തെ ചാണുകൊണ്ട് അളക്കുന്നവൻ. And he is the one who can measure the length of the sky. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന To the ദൈവപൈതലേ, children of God who are present here today, അവനെ മുദ്ര ചെയ്യുവാൻ ആർക്ക് കഴിയത്തില്ല. no one can seal him. കാരണം അവൻ സകലത്തിന്റെ മേലും അധികാരിയാ. Because he is the one who has authority over everything. പാതാളത്തിന്റെ അധികാരം അവനുണ്ട്. Because he has the power over the hates of ഈ hell. ഭൂമിയുടെ മേൽ അധികാരമുണ്ട്. He has authority over the earth. ആകാശത്തിന്റെ മേൽ അധികാരമുണ്ട്. He has authority over the skies. ചരാചരങ്ങളുടെ മേലും അധികാരമുള്ളവൻ അവൻ മാത്രമാണ്. And he is the only one who has authority over all the living creatures. അവനെ ആർക്കും ഒതുക്കാൻ കഴിയത്തില്ല. And no one can confine him. ഒരു കല്ലറയ്ക്കും ഒരു സീലിനും അവനെ ഒതുക്കാൻ കഴിയത്തില്ല. And no tomb or no seal can confine him. Praise the Lord. Amen. 3 അവിടെ എഴുതിയിരിക്കുന്നു, പടയാളികൾ അവന് കാവലുണ്ടായിരുന്നു. And the third thing we understand is that there were guards to take care of തലേ him. രാത്രിയിൽ സഹോദരിമാർ കണ്ടത് ഈ മൂന്നാമത്തെ വലിയ സോൾജേഴ്സ് ഇങ്ങനെ നിരന്നു നിൽക്കുന്നതാ. And when the ladies they approached the place, they were able to see these guards in front of the tomb. പക്ഷെ ഇന്ന് വന്നപ്പോൾ ഒറ്റ സോൾജേഴ്സിനെയും കാണാനില്ല. But today when they go there, they don't see the soldiers anymore. അവർക്ക് അകത്ത് കയറി നോക്കി യേശുവിനെയും കാണാനില്ല, അവൻ ഇവിടെ ഇല്ല. And when they get inside the tomb, they see that the body of Christ is also no longer there. അവർക്ക് മനസ്സിലായി, They understood one thing. ഒരു പടയാളിക്കും അവനെ ഒതുക്കാൻ കഴിയത്തില്ല. They understood that even no guards can take hold of കാരണം him. എന്തെന്നറിയാമോ? Do you know what is the reason? ജോഷുവ ചാപ്റ്റർ 5 വേഴ്സ് 14 ഇങ്ങനെ പറയുന്നു, യഹോവ സൈന്യത്തിന്റെ അധിപതിയാണ്. Because in the book of Joshua we see that the Lord is the Lord over the armies. ആമേൻ 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 ആമേൻ. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ആമേൻ, യഹോവ കൊടിയാണെന്ന്. And in book of Exodus we see that the Lord is Nissi. ആമേൻ, യഹോവ നിസ്സിയായവനാണ്. And we see that the Lord is Nissi. അവൻ സൈന്യത്തിന്റെ നേതാവാണ്. And he is the authority over the അവൻ armies. ജയം തരുന്നവനാണ്. And he is the one who gives victory. അവൻ നമ്മുടെ മുമ്പിലെ നേതാവാണ്. And he is the power in front of us. ആമേൻ. ഒരു രാജ്യത്തിന്റെ സൈന്യത്തിനും ഒരു റോമൻ സോൾജേഴ്സിനും ആമേൻ അവന്റെ ആയുധത്തിനും അവന്റെ ശക്തിക്കും യേശു എന്ന സൈന്യത്തിന്റെ നായകനെ ഒതുക്കാൻ കഴിയത്തില്ല. And no rulers or weapon can go against the power of the Lord Jesus. ഹല്ലേലൂയ. Amen. അത്രമാത്ര ശക്തനാണ് യേശു ക്രിസ്തു. And that is the power of the Lord Jesus. മത്തായി 28:5 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചല്ലോ, അവിടെ എഴുതിയിരിക്കുന്നത്, he is not here, he is no more എന്നല്ല. It does not say that he is no more. It says he is not here. കാരണം എന്തെന്നറിയാമോ? Do you know the reason for it? He is no more എന്ന് അവിടെ എഴുതി വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മളെല്ലാം വലഞ്ഞു തിരിഞ്ഞ് അതിലെ ഇതിലെയൊക്കെ നടക്കേണ്ട ഗതികേട് വന്നു. And if it was written that he is no more, we would have been astray today. ഒരു മരിച്ച മനുഷ്യനെ പോലെ അല്ല ഗാഡ് അവിടെ നിന്ന് അവൻ ദൂതൻ പറഞ്ഞത്. And it was not, the angel did not say that there is a dead man inside. അയ്യോ യേശു മരിച്ചുപോയി, പക്ഷെ അവൻ ഇവിടെ ഇല്ല, അവന്റെ ബോഡി ആരോ എടുത്തോണ്ട് പോയെന്നും മാത്രം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തില്ല. The angel did not say that Jesus is no longer there and someone took his body.
ദൂതൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? Do you know what is the response that the angel നിങ്ങൾ gave? ഓർക്കുന്നുണ്ടോ നിങ്ങളോട് കർത്താവ് പറഞ്ഞ ഒരു വാക്ക്? Do you remember what the Lord Jesus spoke to you? ഞാൻ ഇവിടെ കാണത്തില്ല, പക്ഷെ ഞാൻ അവിടെ കാണും. I'll not be here, but I will be in another place. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവപൈതലേ, To the children of God who are present here today, കല്ലറയ്ക്കകത്ത് യേശു ഇല്ല എന്ന് വിചാരിച്ച് ഇവിടെ ഇരിക്കുന്ന ദൈവപൈതലേ വിചാരിക്കരുത് he is no more എന്ന്. കാരണം അവൻ അവിടെ ഇല്ല, പക്ഷെ he is present in Galilee എന്ന തിരുവചനം എഴുതി വെച്ചിരിക്കുന്നത്. and because you see that in the tomb there is no longer the body of Jesus Christ, that does not mean that he is no more. He is in a different place. ആറാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ. And so that is why in verses 6 we see that he is no longer there, but you can come and see the place where he is at right now. അവൻ ഇവിടെ ഇല്ല, പക്ഷെ അവൻ അവിടെയുണ്ട്. He is not here, but he is in a different place. അവനെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം And I ചെയ്യുകയാണ്. give thanks to the children of God who are here to praise the Lord. എനിക്ക് ഈ മേരി മഗ്ദലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുവാനിടയായി. I thank the Lord for Mary Magdalene, കാരണം അവളുടെ ജീവിതത്തിൽ അവൾക്ക് കർത്താവായ യേശുവിനെ ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. because she can never forget the Lord Jesus in her life. അവളോട് കർത്താവിന്റെ ദൂതൻ വന്ന് പറഞ്ഞു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? To her Jesus said that, why do you look for the living one among the dead? അവൻ ഇവിടെ ഇല്ല. He is not here. ദൂതൻ പറഞ്ഞു, നിങ്ങൾ ഈ മരിച്ചവരുടെ ഇടയിൽ യേശുവിനെ അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. And the angel tells her and to all of them there that there is no use of you looking for the living one among the dead. നിങ്ങൾ അടുത്തുള്ള എല്ലാ ടോംബിനകത്ത് കയറി നോക്കിയാലും ആളുകളിനകത്ത് ഉണ്ടാവും. If you go and search in all the other tombs that is nearby, you will see that there will be a പക്ഷേ dead body ഇതിനകത്ത് there. നിങ്ങൾ മരിച്ചവനെ നോക്കണ്ട. But here you do not have to look for a dead body here. അത് ആ കല്ലറയുടെ പ്രത്യേകതയല്ല. That is not the peculiarity of the tomb. അത് അരിമത്യക്കാരൻ കാശ് മുടക്കി ഉണ്ടാക്കി ഇത്രയും വില കൂടിയ ഒരു കല്ലറ ഒരുക്കി വെച്ചത് കൊണ്ട് അതിന്റെ പ്രത്യേകതയല്ല. It is not because of the peculiarity of the tomb that was made by a man in Arimathea. പക്ഷേ യേശുവിന്റെ ശക്തിയുടെ പ്രത്യേകതയാണ്. But that is the peculiarity of the power of the Lord Jesus. ദൈവത്തിന് തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പർപ്പസ് നിവർത്തിക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു അത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. And the scripture teaches us that that was the stage in which the Lord had a purpose God had a purpose for the Lord Jesus, and that was fulfilled in that stage. Praise the Lord. Amen. മരണത്തെ ജയിച്ചു. He was able to get victory over the death. കല്ലറയെ പൊളിച്ച് പുറത്തു വന്നു. And he was able to set free himself from the tomb and come out. Praise the Lord. Amen. ഇനി അവനെ എവിടെ കാണാം? Now where can we see him? വേഗത്തിൽ 10 മിനിറ്റ് കൊണ്ട് ആ ഭാഗം പറഞ്ഞ് തിരുമേശയിലേക്ക് പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. യേശുവിനെ കാണാൻ ഒന്നാമത് പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 5-6 വാക്യങ്ങളിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 5-6 വാക്യങ്ങളിലാണ്. ഒന്ന് വായിച്ചേ. And we see that in Luke chapter 24 verses 5 and 6. ആ ആ മതി. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം കർത്താവ് പറയുകയാണ്, അവൻ ഇവിടെയില്ല. നമ്പർ 1 തിരുവചനം പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. So here we see that he is no longer there, and it says that he has risen up. 2 എവിടെ ചെന്നാ അവനെ കാണാം? ഗലീലിയിൽ കർത്താവിനെ കാണുവാനിടയായി. Next question is, where can you see him? Now the answer for that is that you can see him in Galilee. യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നു. And we see that Jesus was the disciples were able to see Jesus a second time in Mark chapter 16. We see that incident. യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ താൻ കാണുവാൻ ആഗ്രഹിച്ചത് തന്നോട് കൂടെ നടന്ന തന്നെ അനുഗമിച്ച ശിഷ്യന്മാരെ.
After the death of Jesus and after his resurrection, the Lord Jesus himself desired to see the disciples who followed him. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയും, നിങ്ങൾ പോയി ശിഷ്യന്മാരോട് പത്രോസിനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞു. And that is why he tells them that you have to go tell Peter and all the others that he is going to Galilee ahead of you. നാം വായിച്ച വാക്യം അതായിരുന്നു, ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മർക്കോസ് ചാപ്റ്റർ 16:7, അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ അവനെ അവിടെ കാണും. And that is why in Mark chapter 16 verses 7 we see that you will see him just as he said to you. ശിഷ്യന്മാർ ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. And here we see that the disciples, they are worried and they are crying about what has happened. അവരുടെ യേശുവിനെ കാണാനില്ല. They are not able to find the Jesus of theirs. ഞങ്ങൾ ഇനി അവിടെ പോയി അവനെ കണ്ടെത്തും. Now where do we go and find him? പക്ഷേ അവർ ദൈവത്തിന്റെ വാഗ്ദത്തം അവരോട് പറഞ്ഞത് അവർ മറന്നുപോയി. And now what we see is that they forgot the promise that the Lord Jesus himself gave അതുകൊണ്ട് them. അവരെന്ത് ചെയ്തെന്നറിയാമോ? And do you know what they did because of that? ഈ സഹോദരിമാർ പറഞ്ഞ വാർത്ത കേട്ട് അവരും ഓടിയത് കല്ലറയിലേക്ക് തന്നെ. And after hearing the news that these ladies they mentioned to them, they also went to the tomb to look for Jesus. കല്ലറയിലേക്ക് ഓടി അകത്ത് കയറി ചെന്നപ്പോൾ യേശുവിനെ കാണാൻ കഴിയുന്നില്ല. And as they approached the tomb and as they got inside the tomb, they were not able to find the body of Jesus. അവർക്കാകെ കാണാൻ കഴിഞ്ഞത് അവൻ ധരിച്ചിരുന്ന വസ്ത്രം, അവനെ ചുറ്റിയിരുന്ന റുമാൽസ് മാത്രമേ കാണാനുള്ളൂ. And all that they were able to find was the robe in which he was covered. അവരവിടെ നിന്നും വന്നതിനേക്കാൾ സ്പീഡിൽ ഓടി ഗലീലയിലേക്ക്. And after that we see that they went back to Galilee in great speed. അവിടെ വന്നപ്പോൾ അവർ ഓർത്ത്, ഇങ്ങനെ ഒരു വാക്ക് നമ്മോട് കർത്താവ് പറഞ്ഞു, ഞാൻ അതിനകത്ത് കാണത്തില്ല, ഞാൻ ഗലീലയിൽ നിങ്ങളെ കാത്തിരിക്കുമെന്ന്. And that is when they remembered the fact that the Lord himself had mentioned then that you will not see me there anymore, but you will see me in Galilee. ഓടി അവിടെ ചെന്നപ്പോൾ അവർ യേശുവിനെ അവിടെ കണ്ടു. And as they went there, they were able to find Jesus there. Praise God. Amen. He is not here, പക്ഷേ അവൻ ഇവിടെയുണ്ട്. He is not here, but we see him in a different place, and that is Galilee. മൂന്ന്, എവിടെ അവനെ കാണാൻ പറ്റും? Third question, where can we see him? രണ്ട് ഡിസൈപ്പിൾസ് ഇങ്ങനെ നടന്ന് എമ്മൗസിലേക്ക് ട്രാവൽ ചെയ്യുക. And we see two disciples as they travel to the place Amos. യെരൂശലേമിൽ നിന്ന് 7 മൈൽ ദൂരെ അവരുടെ ടൗണിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ, And they are traveling from Jerusalem about 7 miles from their place. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് they walked and talked എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടുപേരും ആ കൂടെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ അറിയത്തില്ലെങ്കിലും അവനോട് സംസാരിച്ചും നടന്നും കൊണ്ടേയിരിക്കുകയാണ്. And there we see that these two people, as they were journeying, they walked and they talked to each other. എന്താ അവർ ടോക്ക് ചെയ്യുന്നത്? What was the topic of their discussion? അവർക്കാകെ പറയാനുള്ളത് ഈ ക്രൂസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഇവന്റ് അവർ കണ്ടു, അതിനെക്കുറിച്ച് അവർ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് പോവുകയാണ്. And now we see that they are describing about the event of crucifixion. And അതിനുശേഷം നടന്ന റിസറക്ഷനെ കുറിച്ചും അവർ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. And they are also explaining about what they know about the resurrection of the Lord Jesus. നടന്ന് അവരുടെ വീട്ടിലെത്താറായി. And they are almost able to about to reach their home. അവർ രണ്ടുപേരോട് കൂടെ നടക്കുന്ന ഒരുവനെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. And they also invited the person who was next to them to their house. വന്ന് കഴിച്ചിട്ട് പോകാ. And they tell him that you can come and dine with us. അവരുടെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് യേശു കർത്താവ് അവർ കൊടുത്ത അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി. And there we see that as Jesus also went along with them to their house, he took the bread that was given to him and he praised the Lord. ആമേൻ. അതിനെ പ്ലസ് ചെയ്തിട്ട് കർത്താവ് അത് അവർക്ക് കൊടുത്തപ്പോൾ വചനം പറയുന്നു അവരുടെ ഐസ് ഓപ്പൺ, അവരുടെ കണ്ണ് തുറന്നു. And we see that when he blessed that bread and they gave it, that he gave it to them, that is when we see that the word of the Lord says that the eyes of those men were open. ആ സ്ട്രേഞ്ചർ നമ്മുടെ കർത്താവായിരുന്നുവെന്ന് അവർക്ക് മനസ്സിലായി. And they were able to realize the fact that the stranger in front of them was the Lord Jesus himself. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ vanished ആയി. And after that they did not see him anymore because he vanished. ഒറ്റ കാര്യമേ ഉള്ളൂ. There was only one thing that they understood. അവരുടെ കണ്ണ് തുറക്കണമായിരുന്നു. The only thing that had to happen was their എവിടെ eyes should be യേശുവിനെ open. കാണാം? Where can you see Jesus? കണ്ണു തുറന്നവൻ യേശുവിനെ കാണാൻ പറ്റും. Only if you open your eyes you can see the Lord Jesus. എത്രത്തോളം കണ്ണടഞ്ഞിരിക്കുന്നു നിന്റെ കണ്ണുകൊണ്ട് നീ യേശുവിനെ കാണാൻ ശ്രമിച്ചാൽ കാണാൻ പറ്റത്തില്ല. എപ്പോൾ യേശു കർത്താവിന്റെ വചനമാകുന്ന അപ്പം കഴിച്ച് നിന്റെ കണ്ണു തുറക്കുന്നു, അപ്പോൾ നിന്റെ യേശുവിനെ നീ യഥാർത്ഥമായി അറിയുവാനിടയായി. And only if you open your spiritual eyes will you be able to see the Lord Jesus who is right in front of you. Hallelujah. Amen.
നാളെ അവൻ ഇവിടെ ഇല്ല, പക്ഷെ അവൻ മറ്റൊരിടത്തുണ്ട്. And fourth point is that he is not here, but he is in a different place. എവിടെയാണെന്നറിയാമോ? Where is he? കതക് അടച്ചിരുന്ന ശിഷ്യന്മാർ. And the disciples who had shut their door. യോഹന്നാന്റെ സുവിശേഷം 20:19 നിങ്ങൾക്കത് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, അത് കാണുവാനായി കഴിയും. And in John chapter 20 verses 19 we see that. അവിടെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ പ്രത്യേകത ഞാൻ പറയാം. I will tell you the peculiarity of the disciples who are there. അവർ കതകടച്ചിരിക്കുക. They have shut the door and they are sitting രണ്ട്, inside. അവർ ഭയപ്പെട്ട് ഇരിക്കുകയാണ്. And we also know that they are terrified. കാരണം ഈ ശിഷ്യന്മാരെ അവർ പിടിച്ച് ഇനി പെർസിക്യൂട്ട് ചെയ്യും. The reason for them to be afraid or terrified is because they were expecting themselves to be persecuted. കാരണം അവിടെ മുഴുവൻ അടിച്ച് പരത്തി വാർത്ത കൊടുത്തിരിക്കുകയാണ് ശിഷ്യന്മാർ അവന്റെ ബോഡി മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന്. Because there is a false information that was spread all across the land that it was the disciples who took the body of Christ. അതുകൊണ്ട് അവർ പേടിച്ചിരിക്കുകയാണ്. And because of that they are terrified. പക്ഷേ യേശു അവരുടെ അടുത്ത് വന്നു. But the Lord Jesus himself appeared in front of them. വന്നിട്ട് അവരോട് കാണിച്ചു കൊടുത്തു അവന്റെ കൈ. And he showed his hands to them. അവന്റെ കാലുകൾ. And he showed his feet to them. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. And this is what is written here. യേശു അവരോട് പറഞ്ഞു, സമാധാനം നിങ്ങൾക്കുണ്ടാകട്ടെ. And we see that Jesus himself tells them that let peace be with you. Praise the Lord. Amen. Praise the Lord. Amen. അവിടെ എഴുതിയിരിക്കുന്നവർ overjoyed, അവർ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. And we see that after that they were overjoyed and they praised the Lord. ഇന്ന് പകൽ ദൈവസല്ലായിരിക്കുന്ന ദൈവപൈതലേ, The children of God who are present here today, ഇന്ന് പകൽ ഞാൻ ഇതിനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പറയട്ടെ. let me connect this and tell this to you. കണ്ണു തുറന്ന ദൈവപൈതൽ യേശുവിനെ കണ്ടാൽ, If you have opened your eyes as a child of God and if you see the Lord Jesus, ഇരിക്കുന്ന ഇടത്തിന്റെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും എന്റെ യേശു അവിടെ ഇറങ്ങി വരാൻ കഴിയോ? അവനെ അവിടെ കാണാൻ ശ്രമിക്കണ്ട. നീ ഇരിക്കുന്ന മുറിക്കുള്ളിൽ തന്നെ എന്റെ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. And wherever you are, in whatever troubled situation you are in, if you are able to open your spiritual eyes, you will be able to see the presence of the Lord right in front of you. കടഞ്ഞിരിക്കുന്നെങ്കിലും നീ വിഷമിക്കണ്ട. ആമേൻ. അവന് കഥകോ ആമേൻ മതിലോ അവൻ എത്ര വലിയ വോളോ അവന് പ്രശ്നമല്ല. അതിന്റെ നടുവിലൂടെ ആമേൻ അവൻ നിന്റെ അടുത്ത് വരുവാനായി കഴിയോ? Irrespective of whether there is a door or a wall or whatever hindrance that is there in front of you, the Lord Jesus can approach to you. അവനെ തടഞ്ഞു നിർത്താൻ ഈ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. And no power can restrain him. Praise the Lord. Amen. നീ ഭയപ്പെട്ടാണോ ഇരിക്കുന്നേ? വേദനയോടാണോ ആമേൻ നിരാശയോടാണോ? നിന്റെ അടുത്ത് വരാൻ സമാധാനം മകളെ, സമാധാനം മകനെ എന്ന് പറയാൻ എന്റെ യേശുവിന് ഇന്നും കഴിയും. And if you are afraid today, you can take the confidence that the Lord himself can come to you and say that peace be with you. അവിടെ അവർ വളരെ സന്തോഷിച്ചു എന്ന്. And here we see that they were overjoyed. ഇന്ന് പകൽ നിങ്ങൾ അവിടെ അവനെ തിരക്കി പോകണ്ട, അവിടെ തിരക്കി പോകണ്ട, അതിൻ്റെ മുകളിൽ തിരക്കി പോകണ്ട, മലയുടെ മുകളിൽ തിരക്കി പോകണ്ട. അവൻ നീ ഇരിക്കുന്ന ഇടത്ത് ഇതിൻ്റെ കർത്താവ് വരാൻ സർവശക്തനാണ്. And today let me remind you that you do not have to go and search for the Lord Jesus, because he himself can come in front of you. 5 ശിഷ്യന്മാർ ആകപ്പാടെ വേദനിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്നുമില്ല. അവർ ബ്രേക്ക്ഫാസ്റ്റ് തപ്പിപ്പോയി മടങ്ങി വരികയാണ്. And now we see the fifth incident that the disciples, they are very much worried. They do not have anything to eat in the morning. അവർ കരയിലേക്ക് എത്തിയപ്പോൾ ഒരു ചോദ്യം, കുഞ്ഞുങ്ങളെ ഇപ്പൊ പിടിച്ചത് വല്ലതും ഉണ്ടോ? And as they reach the shore, there is a question to them, is there anything that you have found now? ഒരു കാര്യം അവരുടെ ചെവിയിൽ മന്ത്രിക്കുകയാണ്. There is one thing that is there in their mind. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ മറന്ന് നമ്മൾ നമ്മുടെ ബോട്ട് തിരഞ്ഞെടുത്ത് അതിന്റെ പുറകെ പോയി. We have forgotten the calling and the assurance that we receive from the Lord, and we have gone with our daily duties. എന്നെ ഫോളോ മീ എന്ന് പറഞ്ഞ് വിളിച്ചവൻ മരിച്ചു. ഇനി ആരുടെ കൂടെ ഫോളോ ചെയ്യുമെന്ന് വിചാരിച്ച് അവർ വിഷമിച്ച് നിരാശരായിപ്പോയി. And they were grieving about the fact that the one who told them that you can follow me is no longer there, and he died, and because of that they wanted to go to their livelihoods. ദൈവാത്മാവനോട് പറഞ്ഞത് അവരുടെ വിളിയിൽ നിന്ന് അവർ പിന്മാറിപ്പോയി. The Holy Spirit reminded me that they forgot the calling that they had, and they went astray from it.
കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ശബ്ദം അവർക്ക് മനസ്സിലായി. ഒരിക്കൽ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പടകും വലയും കഴുകിയ എന്റെ അടുത്ത് വന്ന് ഇവിടെ വലവീശ് എന്ന് പറഞ്ഞതേ ശബ്ദം അവർ കേൾപ്പാനിടയായി. And here when the Lord asked them that is there anything that you have caught right now, they were able to realize that sound that they had heard before. And when that same Lord was able to perform miracles for them in the sea. അന്ന് അവരുടെ വള്ളം നിറയുമാർ അവർ മത്സ്യത്തെ പിടിച്ചത് അവർ ഓർത്തു. And that is when they remembered how much of fish they were able to catch hold when the Lord Jesus was there with them. അന്ന് യേശുവിന്റെ വാക്കനുസരിച്ചപ്പോൾ അവൻ ചെയ്തതും അവൻ പ്രവർത്തിച്ചതുമായ അത്ഭുതങ്ങളെ അവർ ഓർത്തു. And when they were able to obey the Lord Jesus, then they were able to remember now all the blessings and all the miracles that they saw from the hand of the Lord. അത്ഭുതം യേശു ഇന്നും അവരുടെ മുമ്പിൽ ചെയ്തു. And the same miracle the Lord performed in front of them today. നിങ്ങൾ അവനെ അന്വേഷിച്ച് അവിടെ പോകണ്ട. You do not have to look for him anywhere else. ഇവിടെ അവനുണ്ട്. Because he is here. അന്ന് അത്ഭുതം പ്രവർത്തിച്ചവൻ And the same Lord who performed miracles on the other days. ഇന്നും അത്ഭുതം പ്രവർത്തിപ്പാൻ സർവശക്തനാ. And the same Lord can perform miracles even today. അതേ സ്ട്രാറ്റജിയിൽ തന്നെ ചെയ്യാൻ സർവശക്തനായ കർത്താവും And he കൂടിയാ. can do that with the same strategies that he used before. അവനെ എവിടെ അന്വേഷിക്കേണ്ട, അവൻ ഇവിടെയുണ്ട്. You do not have to look for him somewhere else because he is here. തോമസ്. And the sixth point is Thomas. തോമസിനെ കാണാൻ യേശു കർത്താവ് വീണ്ടും വന്നു. Jesus again appeared to Thomas because he wanted to see him. കാരണം മുമ്പ് വന്നപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവൻ ഇവിടെ ഇല്ലായിരുന്നു. Because he was not there among the other disciples. ഇങ്ങനെ കർത്താവ് പറഞ്ഞു, മോനെ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. And the Lord Jesus told him that you saw me and you believed, but blessed are the ones who did not see me and yet believe. A lesson for all of us. നമ്മൾ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. And this is a lesson for all of us that we have seen and we have believed, but the people who believe without seeing, they are blessed. നമ്മുടെ ഡൗട്ട് മാറട്ടെ, ഒരു വിശ്വാസിയായി മാറട്ടെ. Let us keep away our doubts and let us be a believer of Christ. അവൻ അവിടെ ഇല്ല, പക്ഷെ ഇവിടെയുണ്ട്. He is no longer there, but he is here. ഏഴാമത് പ്രത്യക്ഷനായത് ജെയിംസിന് കർത്താവ് പ്രത്യക്ഷനായി. And the seventh time we see that he appears in front of James. നമുക്കറിയാം യേശു കർത്താവിന്റെ ഹാഫ് ബ്രദറാണ് ജെയിംസ്. And we know that James is the half brother of Jesus. പബ്ലിക് ആയിട്ടല്ല, വളരെ പ്രൈവറ്റ് ആയിട്ട് അവനോട് കർത്താവ് ഇടപെട്ടെ. And there we see that encounter was a very private one. ജെയിംസ് നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്തവന്റെ അർത്ഥ സഹോദരന്മാരിൽ ഒരാളായിരുന്നു. And we also know that he was one of the half brothers of Jesus who did not believe that Jesus is Christ. അത്ഭുതങ്ങളിൽ അവൻ വിശ്വസിച്ചില്ല. He did not believe in the miracles that Jesus performed. അതിന് ഒത്തിരി കാരണങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്. And he had many reasons for it. പക്ഷെ ഇന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു തൻ്റെ സ്വന്തം സഹോദരൻ്റെ അടുത്ത് വന്ന് തന്നെ കണ്ടപ്പോൾ ജെയിംസ് യേശുവിൽ വിശ്വസിച്ചു. And now here we see that Jesus, after his death and resurrection, when James saw him, he was able to believe that he is the Lord Jesus. പരിപൂർണമായ ഒരു ഡിവോട്ടിയായി കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു. And then we see that he became a devotee of Christ. അവന്റെ തുടർന്നുള്ള ഓരോ ജീവിതവും അവൻ ആമേൻ കർത്താവിന്റെ സഭയെ വളരെ ശക്തമായി ലീഡ് ചെയ്തു. പത്രോസിന് കൂടെ നിന്ന് ദൈവസഭയെ ഭരിച്ചു നടത്തുവാനിടയായി. And we see that in the coming time James was able to lead the church along with Peter. അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിൽ ജെയിംസിനെ കർത്താവ് ഉപയോഗിപ്പാനിടയായി. And the Lord was able to use James to be an influential character for so many people. അവനെ അവിടെ അന്വേഷിക്കേണ്ട, അവൻ നിന്റെ അടുത്തുണ്ട്. You do not have to search for him anywhere else because he is right in front of you. ഇന്നും വിശ്വസിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാ. Even if you are not able to believe it until now, let me tell you that the Lord is in front of you. അവൻ അവിടെ ഇല്ല, അവൻ ഇവിടെയുണ്ട്. He is not there, he is right in front of us. 8 എവിടെ വന്നെന്നറിയാമോ? ഒരു ദിവസം ഡെമാസ്കോസിൽ. And the 8th time we see that he appears in Damascus. അപ്പോസ്തലനായ പൗലോസിന്റെ മുമ്പിൽ. And that is in front of Apostle Paul. കർത്താവ് വിളിക്കുക, ശൗലേ ശൗലേ. And there we see the Lord Jesus himself calls Saul, Saul, Saul. പൗലോസ്
1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. വളരെ വ്യക്തമായി അവിടെ വളരെ നല്ലൊരു വാക്യം എഴുതിയിട്ടുണ്ട്, ഒടുവിൽ എനിക്കും അവൻ പ്രത്യക്ഷനായി എന്ന്. And we see in 1 Corinthians that Paul himself said that finally he appeared to me also. വലിയ ഉപദ്രവകാരിയായിരുന്ന എനിക്ക് ഒടുവിൽ എൻ്റെ യേശു പ്രത്യക്ഷനായി. And myself, who was a great persecutor, even to me the Lord Jesus appeared. ചിതറിപ്പോയ തൻ്റെ ശിഷ്യന്മാരെ എല്ലാം കർത്താവ് പോയി ഒന്നിച്ചു കൊണ്ടുവന്നു. And all the disciples who were scattered in different places, the Lord brought them together. എന്നിട്ട് യേശു അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്. And there is one thing that the Lord tells them. നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്, യെരൂശലേമിൽ നിന്നോണം, നിങ്ങളിൽ ഒരു ആത്മാവ് വരും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടേക്ക് പോയാൽ മതി. And he tells them that you have to be in Jerusalem because there will be a spirit that will be poured on you, and after that you have to do the mission. അവസാനമായി അവൻ അവിടെയില്ല, അവൻ ഇവിടെയുണ്ട്. And next again, he is no longer there, he is here. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ യേശുവിനെ കാണുകയാണ്. And we also see that John himself was able to see him in Patmos. ആത്മവിവശതയിൽ അവൻ യേശുവിനെ കണ്ടു. And in his state of trance, he was able to see the Lord Jesus. ഇന്ന് പകൽ ദൈവസ്ഥലായിരിക്കുന്ന ദൈവമക്കളെ ഞാൻ വിശദീകരിക്കുന്നില്ല. I do not have the time to explain, children of God. ഉയർത്തെഴുന്നേറ്റ യേശു ഞാനായിരുന്നെങ്കിൽ ഞാൻ ആദ്യം പോയി കാണുന്നത് ഹെരോദാവിനെയായിരുന്നു. If I was the one who was the resurrected Jesus Christ, I would have gone and appeared in front of King Herod. എഗ്രി ഇല്ലേ നിങ്ങൾ? Would you not agree with me? വളരെ സിമ്പിൾ, ഹമ്പിൾ, ലോകത്തിന് നല്ല മാതൃക കാണിച്ച് നല്ല ജീവിതം നയിച്ച് അനേകരെ രക്ഷിച്ച് അനേകരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ച് ഇത്ര നല്ല കാര്യം ഈ കമ്മ്യൂണിറ്റിക്ക് ഞാൻ ചെയ്തിട്ടോ എന്നെ ക്രൂശിക്കാൻ നീ കാണിച്ച മര്യാദ നീ കണ്ടോടാ എന്ന് പറഞ്ഞ് ഹെരോദാവിൻ്റെ അടുത്ത് ചെല്ലേണ്ടതായിരുന്നു. He could have been and he could have appeared himself in front of King Herod and said that I led an exemplary life and I was able to heal people and show miracles to the people of God, and still you did this to me. 2 പീലാത്തോസിന്റെ അടുത്ത് പോകേണ്ടതായിരുന്നു. And next he could have appeared in front of Pilate. നീ എന്ത് കണ്ടിട്ടാണ് എന്നെ ഈ ജനത്തിന്റെ കയ്യിൽ വിധിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത്? What was the allegation that you saw against me that you gave me to these people to crucify? നീ പറഞ്ഞത് ഞാൻ കേട്ടു, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ലെന്ന്. I heard you say that there is no sin that you can find in me. ഒരു കുറ്റവും കാണാത്ത ഒരുവനെ നിനക്ക് ശിക്ഷിക്കാൻ നീ ആരാ? And Jesus could have asked Pilate that even though there was no sin in me, why did you crucify me? പോകത്തില്ലേ? He could have done that. സകല പടയാളികളുടെ മുമ്പിൽ ചെന്നിട്ട് പറയും, കണ്ടോടാ നീ എത്ര കാത്തതാ, ഞാൻ കണ്ടോ ജീവനോട് പുറത്തു വന്നിരിക്കുകയാ, നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയത്തില്ലെന്ന് പറയത്തില്ലേ? He could have appeared in front of the soldiers and said that you tried to guard me, but now you see that I am here unharmed. ആരുടെ അടുത്തും പോയില്ല. But he did not go to any person. തന്നെ അനുഗമിച്ചവരുടെ അടുത്ത് ചെന്നു. He only went to the people of God who followed him. അവരോട് പറഞ്ഞു, And to them he said, ഇവിടെ നിന്ന് ശക്തി പ്രാപിച്ചിട്ട് you have to receive the power from here. എന്റെ സുവിശേഷവുമായി You have to take my gospel യെരൂശലേമിലും first to Jerusalem യഹൂദ്യയിലും and next to Judea സമര്യയിലും and next to Samaria ലോകത്തിന്റെ അറ്റത്തോളം പൊക്കോളാൻ എന്റെ സാക്ഷികളാകുവാൻ പറഞ്ഞു. and go to the ends of the world and be a witness of me. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളെ, To the children of God who are present here today. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വായിച്ചിട്ട് അതിന്റെ അവസാനത്തെ വാക്കിങ്ങനെ കർത്താവ് പറഞ്ഞേ. And we see that in Matthew the last verse of the Lord says, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, and I am giving you the power, നിങ്ങൾ പോയി സകലരെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ, and you can make disciples among the nations. ഇങ്ങനെ ഒരു ഉറപ്പും കൂടെ കൊടുത്തു. And there is also an assurity that the ഇനി Lord എന്നെ Jesus അവിടെ gave. കാണത്തില്ല, പക്ഷേ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. You will not see me there, but I will be with you till the end of the ages. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ ഒന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന്. Praise God, praise God, praise God. നിങ്ങൾ അവനെ അവിടെ കാണത്തില്ല, You will not see him there, പക്ഷെ അവൻ നിങ്ങളോട് കൂടെയുണ്ട്. but he is with you. എന്താ പറഞ്ഞ വാക്ക്? What did he say? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. I will be with you till the end of the ages. എത്ര കൃപയാ, That is a grace. എത്ര കൃപയാ ദൈവം നമുക്ക് തന്നെ. That is the grace that the Lord Jesus gave us. ഇനി ഒരു കാര്യം കൂടെ, There is one more thing.
അവൻ അവിടെയില്ല. He is not there. പക്ഷെ എവിടെ ഉണ്ടെന്നറിയാമോ? Do you know where is he? കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന സ്ഥലം നിങ്ങൾ അവിടെ വന്ന് എന്നെ കാണും. You will see me in the place that I belong. ഞാൻ ആ കല്ലറയ്ക്കകത്തില്ല. I am not there in the tomb. ഞാൻ ഉയർത്തെഴുന്നേറ്റു. Because I have risen. ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. And I am at the right hand of the throne of God. പോയപ്പോൾ നിങ്ങൾക്കൊരു വാക്ക് തന്നു. But I have given you an assurity. പോയി നിങ്ങൾക്ക് ഭവനമൊരുക്കി ഞാൻ മടങ്ങി വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഞാൻ ചേർത്തുകൊള്ളും. I will go and prepare a place for you, and I will take you to that place when I come back. ഞാൻ അവിടെയില്ല. Because I am not there. പക്ഷെ ഞാൻ അവിടെയുണ്ട്. But I am above. ഞാൻ ഒരു ദിവസം വന്ന് നിങ്ങളെയും എൻ്റെ അടുക്ക കൊണ്ടുപോകും. And one day I will come here to take you to that place എല്ലാവരും ഒരു that I നിമിഷം belong. എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുമോ? Can we all raise and praise ആ the ദിവസം Lord? അടുത്തിരിക്കുകയാ. That day is കർത്താവ് approaching. വരാൻ സമയമായി. It is the time for the Lord to come back. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തയ്യാറാകുമോ? Let us be ready for the second coming of the Lord യേശു വരാൻ Jesus. സമയമായി. Because the Lord Jesus is going to come back. നമ്മെ ചേർക്കാൻ സമയമായി. And he is going to take us with him. നമ്മൾ ഒരു ദിവസം അവനെ അവിടെ കാണും. And there we will see him. നമ്മൾ ഒരു ദിവസം അവനെ അവിടെ കാണും. And one day we will see നീ him. മരിച്ചുപോയി എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. You do not have to be worried because you're dead now. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുന്നേൽക്കും. And the ones who have died before, they will rise first. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം And then we who are alive. അവനോടുകൂടെ മേഘത്തിൽ എടുക്കപ്പെടുവാൻ സമയമാണ്. And then we will also appear in the clouds with the Lord എന്നെ കേൾക്കുന്ന Jesus. ദൈവപൈതലേ, To the child of God who are here നീ അവനെ today, അവിടെ തപ്പിപ്പോകണ്ട. you do not have to search for him anywhere. അവൻ സ്വർഗ്ഗത്തിലുണ്ട്. Because he is in the heavens. ജീവിക്കുന്ന കർത്താവ്. He is the Lord who is living. കർത്താവ് പറഞ്ഞ ഒരു വാക്കിതാണ്, There is one thing that the Lord said. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. Do this in remembrance of me. ഇത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യമുണ്ട് ദൈവപൈതലേ. There is one truth that we know about this, children of God. നമ്മെ ചേർക്കാം, വരാം, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. The assurance that we receive that he will take us to that place, that has not happened till now, and the Lord Jesus is not here യേശു yet. വരാൻ സമയമായി. It is the time for the Lord Jesus to come back. അതുവരെ ഇത് ആമേൻ, ഇതിൽ നിന്ന് ഭാഗവാക്കുകളാകുക കർത്താവ് പറഞ്ഞിരിക്കുന്നു. And until then we have to be partakers of this Lord's Supper. ഒരു നിമിഷം ദൈവം ഭാഗം ഏൽപ്പിച്ചു കൊടുക്കാം. Let us humble ourselves before the Lord.